ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വ്ലോഗാണ്. ഇന്ന് ഞാൻ എൻ്റെ ബെഡ്റൂം ടൂറാണ് കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ബെഡ്റൂമിൽ ഞങ്ങൾ കൊച്ചിന് വേണ്ടി ബെഡൊക്കെ താഴെയായിരുന്നു ഇട്ടത്. അപ്പോൾ അതൊന്ന് കട്ടിലൊക്കെ നേരെ ഇട്ട് ബെഡൊക്കെ ഇടുന്ന ആ വ്ലോഗാണ് ഈ കാണിക്കാൻ പോകുന്നത്. ഇതൊരു ചെറിയ ക്ലിപ്പാണ്. ഉച്ചയ്ക്ക് ഉറങ്ങാൻ വേണ്ടി വിളിച്ചിട്ട് അവൻ ടേബിളിൽ കയറി ഇരിക്കുക കുഞ്ഞ്. അപ്പം അതിൻ്റെ ഈ ചിരിയും കളിയും കേൾക്കാൻ നല്ല രസമായിരുന്നു. അപ്പം ഞാൻ ഇതും കൂടെ ഒരു ക്ലിപ്പായിട്ട് എടുത്തതാണ്. ജസ്റ്റ് നമ്മൾ ബെഡ്റൂം മേക്ക് ഓവർ എങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ ബെഡ്റൂമാണ്. വലിയ നിങ്ങളൊക്കെ ഓർക്കും വലിയ ഹൈഫൈ ബെഡ്റൂമാണോ എന്ന്. അല്ല, ഞങ്ങൾക്ക് 1 ബെഡ്റൂം ഹോൾ കിച്ചനാണ് ഉള്ളത്. അപ്പം ഒരു ചെറിയ ബെഡ്റൂമിന് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഇത് എൻ്റെ ചെറുതിൻ്റെ തലമുടി വെട്ടി അവനെ മൊട്ടയാക്കി. ആദ്യമായിട്ട് അവൻ്റെ തലമുടി ഒന്ന് ഷേവ് ചെയ്തെടുത്തത്. ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് എല്ലാം കഴിഞ്ഞപ്പോഴത്തെ ഒരു വീഡിയോ ആകാം. പിന്നെ ഒരു ലോലിപോപ്പും കൂടെ മേടിച്ചു കൊടുത്ത് 2 എണ്ണത്തിനും. അപ്പം ഹാപ്പിയായി രണ്ടും. എൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ഹെയർ കട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തോണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ഒത്തിരി ആവശ്യമുണ്ട്. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കിന് വീക്കെൻഡായിരുന്നേ. അതിൻ്റെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിന് അതിൻ്റെ ആ ഉറക്കക്ഷീണം നല്ല രസമാണ്. അതിൽ വായിക്കോട്ട വിട്ടിരിക്കുന്നത് കാണാൻ. അപ്പോൾ അതും കൂടെ ഒരു ക്ലിപ്പായിട്ട് എടുത്തതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ വീഡിയോസിൻ്റെ ക്ലിപ്പൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിന് ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ കൂടാതെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. കുഞ്ഞുങ്ങളുടെയൊക്കെ ക്ലിപ്സ് ഞാൻ ഇടുന്നത് എനിക്കും പിന്നീടൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. ഈ പിള്ളേരുടെയൊക്കെ ചെറുപ്പകാലം ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഒരു ടൈം വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറുതിൻ്റെയൊക്കെ ക്ലിപ്സ് കയറ്റി ഇടുന്നത്. നിങ്ങൾക്കും പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടി ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ, കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്സൊക്കെ ഇടുന്നത്. പിന്നെ നമ്മളിത് കുഞ്ഞാവേനെ ഒന്ന് കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി എടുത്തു. എന്നിട്ട് ഇവിടെ തണുപ്പല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് ക്യാപ്പ് ഇട്ടതാണ്. ഇച്ചിരി തലയൊക്കെ ഒന്ന് കുളിച്ചതല്ലേ, അപ്പോൾ ഇച്ചിരി ചൂടായി കിട്ടാൻ വേണ്ടി ഒന്ന് ക്യാപ്പിട്ട് കൊടുത്തതാണ്. ഇനി ഞാൻ നമ്മളുടെ ബെഡ്റൂം ടൂറാണ് കാണിക്കാൻ പോകുന്നത്. ബെഡ്റൂമിൻ്റെ കണ്ടോ, ഞങ്ങൾ ഈ കട്ടിലൊക്കെ മാറ്റി വെച്ചേക്കുമായിരുന്നു. കുഞ്ഞ് ചെറുതായിരുന്നപ്പോഴേ കട്ടിലെ ഒരു വട്ടം കടത്തിയായിരുന്നു. പിന്നെ ആ കട്ടിലേന്ന് വീണുപോയി കുഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കട്ടിലൊക്കെ മാറ്റി വെച്ച് ഇപ്പം നിലത്തായിരുന്നു ഇത്ര 1 വർഷമായിട്ട് കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പം 1 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും കട്ടിലൊക്കെ വിരിച്ചിട്ട് റൂമൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് ഞങ്ങളിത് പോകുന്നത്. നമ്മളെ ഏത് പണി ചെയ്താലും 2 എണ്ണം ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നോളൂ പണി ചെയ്യാൻ വേണ്ടി. അപ്പം ഇവരും നല്ല മുന്നോട്ട് നിൽക്കും പണിയൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പം എല്ലാം പണിക്ക് വേണ്ടി എല്ലാം ഹെൽപ്പ് ചെയ്ത് തരുക 2 പേരും. അങ്ങനെ അപ്പം ഇപ്പം ചേട്ടായി ഉണ്ടായിരുന്ന വീക്കെൻഡ് അല്ലായിരുന്നു. അപ്പം ചേട്ടായിക്ക് അവധിയായിരുന്നു. അപ്പം ആ സമയത്ത് നമുക്ക് കട്ടിലൊക്കെ ശരിയാക്കി ഇടാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന പണിയാണ്. അപ്പോഴത്തേക്കിന് കുഞ്ഞുങ്ങളും ഒന്ന് ഇടയ്ക്ക് കയറി വരും. എല്ലാം കാര്യത്തിന് അവരാ ഫസ്റ്റ് അടിക്കുന്നത്. അങ്ങനെ അപ്പം ഇതെല്ലാം ഒന്ന് ശരിയാ.
ഞങ്ങൾക്കിപ്പം ഇവിടെ 2 ഡബിൾ ബെഡ് ഉണ്ടായിരുന്നു. രണ്ടും നിലത്ത് ഒരെണ്ണത്തിൻ്റെ മേളിൽ ഒരെണ്ണമായിരുന്നു ഇട്ടത്. അപ്പം അത് രണ്ടും ഒന്ന് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാറ്റിയെടുത്താലേ നമുക്ക് ആ കട്ടിൽ അവിടെ സൈഡിൽ വെച്ചേക്കുന്നത് അത് അങ്ങോട്ട് നിവർത്തിയിടാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ബെഡ്റൂം സ്പേസാണ് ഞങ്ങളുടെ. അതിനകത്തെല്ലാം സെറ്റാക്കി വെക്കണം ഞങ്ങൾക്ക്. 1 ബെഡ്റൂം ഹോൾ കിച്ചണാണ് ഞങ്ങളുടെ വീട്. റെൻറ്റഡ് ഹൗസാണ്. നമ്മൾ എല്ലാ മാസം വെച്ച് പൈസ കൊടുക്കേണ്ടതാണ്. UAE അല്ലേ, അപ്പം സ്വന്തമായിട്ട് വീടൊന്നും മേടിച്ചിട്ടില്ല. മേടിക്കാനൊട്ട് പറ്റത്തുമില്ല. അപ്പം റെൻറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം ഇതൊക്കെ മാറ്റിയെടുത്തപ്പോഴത്തേക്കിന് നല്ല പൊടിയുണ്ട്. റൂം മൊത്തം നല്ല പൊടിയാണ്. അപ്പം അതെല്ലാം കൂടെ ഒന്ന് വാക്യൂം ചെയ്തെടുക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾക്ക് 2 ഡബിൾ ബെഡ് ഉണ്ടെന്ന്. 2 ഡബിൾ ബെഡ് ഇട്ടേക്കുന്ന ഒരു ബെഡിൻ്റെ അടിയിൽ ഇച്ചിരി കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേളിൽ ഒരു ഡബിൾ ബെഡും കൂടെ മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ സിംഗിൾ ബെഡ് താഴെയായിട്ട് കിടപ്പുണ്ട്. അത് മേളിൽ നിന്ന് താഴെ ഇനിയും കൊച്ചു വീണാൽ എന്തെടുക്കുമെന്ന് പറഞ്ഞ് സിംഗിൾ ബെഡും താഴെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒത്തിരി സാധനങ്ങൾ കട്ടിലിൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പം ആ കട്ടിലൊക്കെ മാറ്റി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാർബോർഡൊക്കെ മാറ്റി വരുമ്പോഴത്തേക്കിനും ഒത്തിരി സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ ഇവൻ്റെ കയ്യിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കട്ടിലിൻ്റെ ബാക്കിൽ. അപ്പം ഇനിയും കട്ടിലൊക്കെ വിരിച്ചിട്ടിട്ട് കാണാം. അങ്ങനെ ഒത്തിരി ടോയ്സൊക്കെ കിട്ടിയായിരുന്നു. ഈ ബെഡിൻ്റെ ഇടയിലെ കുഞ്ഞു പിള്ളേർ 2 പേരും അങ്ങ് അതിൻ്റെ അടി ഒത്തിരി ടോയ്സൊക്കെ ബെഡിൻ്റെ അകത്ത് കയറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ മാറ്റിയെടുത്ത് ഒരു കൂടിനകത്ത് കച്ചറയെല്ലാം മാറ്റിയെടുത്തു. ഇനി അവിടെ കോർണറെല്ലാം നല്ല വാക്യൂമൊക്കെ ചെയ്തെടുത്ത്. കണ്ടോ, പിള്ളേരിടയ്ക്ക് അന്ന് കയറി വന്നോളുക. അപ്പം നമുക്ക് ദേഷ്യവും വരും. അങ്ങനെ ഇപ്പം ഞാൻ എല്ലാം വാക്യൂം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇച്ചിരി നല്ലോണം ഒന്ന് തുടച്ചെടുക്കണമായിരുന്നു. അപ്പോൾ അതും കൂടെ തുടച്ചെല്ലാം കൂടെ കഴിഞ്ഞ് അത്രയൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ. അങ്ങനെയൊക്കെ ഒത്തിരി വീഡിയോ എടുത്താൽ അത് വീഡിയോ ഒന്ന് നീണ്ടു പോവും. അതുകൊണ്ട് പിന്നെ ഇച്ചിരിയാണ് വെച്ച് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഈ കുഞ്ഞ് ബെഡ്റൂം ഒന്ന് വൃത്തിയാക്കി എടുത്ത് കട്ടിലൊക്കെ വിരിച്ചിട്ടിട്ട് പിന്നെ ഞാനൊരു നല്ലൊരു ക്ലിപ്പ് എടുത്ത് കാണിക്കാം. ഇപ്പം ഇതൊക്കെ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കുഞ്ഞ് ചെറുതായതുകൊണ്ട് നിലത്ത് വെക്കുന്ന സാധനങ്ങളെല്ലാം അവനന്ന് എടുത്ത് എറിയുകയും പിന്നെ ബുക്സൊക്കെ എടുത്തന്ന് കളയും. കൊച്ചിൻ്റെ പഠിത്തത്തിൻ്റെ ബുക്സൊക്കെ ചെറുതന്ന് എടുത്ത് കീറിക്കളയും. അപ്പോൾ അതൊക്കെ ബുക്സും ഒക്കെ കാര്യങ്ങൾ ടേബിളിൻ്റെ ഡ്രോവറിനകത്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ടേബിളിൻ്റെ മേളിൽ മരുന്നും മെഡിസിൻസൊക്കെ മാറ്റിയാണ് വെച്ചത്. പിന്നെ കാർഡ്ബോർഡ് വെച്ച് ഇങ്ങനെ കട്ടിലൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മറിഞ്ഞ് വീഴാതെ ഇരിക്കാൻ. അപ്പം അങ്ങനെ ഇനി എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കട്ടെ. മൊത്തം ക്ലിപ്പൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഹാഫ് വീഡിയോയെ എടുത്തിട്ടുള്ളേ. അപ്പം ഇത്ര എടുത്തിട്ട് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഫുൾ ക്ലീൻ ചെയ്തുള്ള വീഡിയോ ആണ്.
ഇത് കണ്ട ഞങ്ങളുടെ റൂമെല്ലാം ക്ലീൻ ചെയ്ത് നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ബെഡൊക്കെ കട്ടിലൊക്കെ ഇട്ടു, ഷീറ്റൊക്കെ വിരിച്ചു, തലമണയൊക്കെ വെച്ചു. ഇനി ഞങ്ങൾ ഇനിയും കട്ടിലേലായിരിക്കും കിടക്കുന്നത്. പക്ഷേ വോളൊക്കെ നിങ്ങൾ കാണണ്ട, വോളൊക്കെ ഇപ്പം ചെറുതായിരുന്നു. അപ്പോൾ ആ മൂത്തവൻ മൊത്തം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കളറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വോളൊക്കെ ഇങ്ങനെ ഇപ്പോഴും പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. പിന്നെ അവരുടെ ടോയ്സും പാമ്പേഴ്സും വൈപ്സും ഒക്കെ ഓരോരോ കോർണറിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. റൂം ചെറുതല്ലേ, അപ്പം ബെഡ്റൂം ആയതുകൊണ്ട് ഉള്ള എല്ലാ സാധനങ്ങളും ബെഡ്റൂമിനകത്താണ് വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യണേ, കുഞ്ഞു ബെഡ്റൂമൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പം എൻ്റെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.